എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജനത ഏകദേശം 4000 വർഷമായി ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. അവർക്ക് സ്വന്തം രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം നഷ്ടപ്പെട്ടു. ലോകമെമ്പാടും ചിതറിപ്പോയി. നൂറ്റാണ്ടുകളോളം വിവേചനവും പീഡനവും അനുഭവിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്ന് അതിജീവിച്ചു. ഒടുവിൽ വീണ്ടും സ്വന്തം രാജ്യം സ്ഥാപിച്ചു. ഇതാണ് ജൂത ജനതയുടെ കഥ. ഈ കഥയിൽ സാമ്രാജ്യങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, പ്രവാസമുണ്ട്, വിശ്വാസമുണ്ട്, അതിജീവനമുണ്ട്. ഇതാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ യാത്രകളിലൊന്ന്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയയിലെ പുരാതന നഗരമായ ഉർ, അവിടെയായിരുന്നു അബ്രഹാം എന്ന വ്യക്തിയുടെ ജീവിതം ആരംഭിച്ചത്. യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാമും മൂന്നും അബ്രഹാമിനെ ഒരു പ്രധാന പിതാമഹനായി ആദരിക്കുന്നു. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് ദൈവം അബ്രഹാമിനോട് തന്റെ ജന്മദേശം വിട്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ കൽപ്പിച്ചു. അദ്ദേഹം ആ വിളി സ്വീകരിച്ചു. ആ യാത്രയിലൂടെയാണ് പിന്നീട് ഇസ്രായേൽ ജനത എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ ചരിത്രം ആരംഭിച്ചതായി മതപരമ്പരകൾ വിവരിക്കുന്നു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. പരമ്പരാഗത വിവരണങ്ങൾ പ്രകാരം യാക്കോബിന് പിന്നീട് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചു. അദ്ദേഹത്തിന്റെ 12 പുത്രന്മാരിൽ നിന്നാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 12 ഗോത്രങ്ങളാണ് പിന്നീട് ജൂത ജനതയുടെ അടിസ്ഥാനമായി മാറിയത്. കടുത്ത ക്ഷാമം കാരണം ഇസ്രായേൽ ഗോത്രങ്ങൾ ഈജിപ്തിലേക്ക് കുടിയേറി. ആദ്യകാലത്ത് അവർക്ക് നല്ല ജീവിതമായിരുന്നു. എന്നാൽ കാലക്രമേണ അവർ അടിമകളാക്കപ്പെട്ടുവെന്നാണ് മതപരമ്പരകൾ പറയുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾ കഠിനമായ അടിമത്തം, പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി. അപ്പോഴാണ് ചരിത്രത്തിൽ മറ്റൊരു മഹത്തായ പേര് കടന്നു വരുന്നത്, മോസസ്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്ത് വിട്ടിറങ്ങിയതായി ബൈബിൾ വിവരിക്കുന്നു. ഈ സംഭവമാണ് എക്സോഡസ്, ജൂതചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്. ഈ യാത്രയുടെ ഓർമ്മയായി ഇന്നും ജൂതർ പാസ് ഓവർ ആഘോഷിക്കുന്നു. ചരിത്രകാരന്മാർ ഈ സംഭവത്തിന്റെ എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ജൂത മതപരമ്പരയിൽ ഇതിന് അതീവ പ്രധാന സ്ഥാനമുണ്ട്. ദീർഘമായ യാത്രകൾക്ക് ശേഷം ഇസ്രായേൽ ജനത കാനാൻ ദേശത്ത് താമസമുറപ്പിച്ചു. കാലക്രമേണ അവർ ഒരു രാജ്യം സ്ഥാപിച്ചു. അതായിരുന്നു പുരാതന ഇസ്രായേൽ രാജ്യം. ഇവിടെ നിന്നാണ് ജൂത രാഷ്ട്രീയ ചരിത്രത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് ഏകദേശം 1000ഓളം വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് അധികാരത്തിലെത്തി, ദാവീദ്. അദ്ദേഹം ജെറുസലേമിനെ തലസ്ഥാനമാക്കി. ജെറുസലേം പിന്നീട് ജൂതമതത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി മാറി. ദാവീദിന്റെ മകൻ സൊളമൻ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജെറുസലേമിൽ ആദ്യ വിശുദ്ധ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടുവെന്നാണ് പരമ്പരാഗത വിശ്വാസം. ഇത് ഫസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രം ജൂതവിശ്വാസത്തിന്റെ ഹൃദയമായി മാറി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തിത്തുടങ്ങി. പക്ഷേ ഈ സമാധാനം അധികനാൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്ന് ജെറുസലേമിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആ ആക്രമണം ജൂത ജനതയുടെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു.